രുദ്രാത്മികം ഭാഗം 4. റൂമിൽ തൻ്റെ ഫോണിൽ ലച്ചുവിൻ്റെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഫോട്ടോ നോക്കി കിടക്കുകയാണ് രുദ്രാക്ഷ്. ലച്ചു, എവിടെയാ പെണ്ണേ നീ? നിന്നെ കാണാതെ ഞാൻ എത്ര വിഷമിക്കുന്നുണ്ട് എന്ന് നീ അറിയുന്നുണ്ട്? നിനക്കായി ഞാൻ പണി കഴിപ്പിച്ച താലി ഇന്ന് മറ്റൊരുത്തിയുടെ കഴുത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഫോട്ടോ നോക്കിക്കൊണ്ട് അവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോർ തുറന്നുകൊണ്ട് ആമി വരുന്നത്. നേരത്തെ ദച്ചു പറഞ്ഞു പോയതും ഇപ്പോൾ അവൻ്റെ സംസാരവും കൂടെ ആയതും താൻ എല്ലാവർക്കും ഒരു അധികപ്പറ്റായി എന്ന് അവൾക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അവൾ ഒരു നിമിഷം നിശ്ചലയായി നിന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട രുദ്രൻ മിഴികൾ അവിടേക്ക് ചലിപ്പിച്ചപ്പോൾ കാണുന്നത് ഡോർ ഹാൻഡിലിൽ പിടിച്ച് കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കുന്ന ആമിയെയാണ്. അവളുടെ കണ്ണുകളിലെ നിസ്സഹായതയും വിതുമ്പുന്ന ചോരച്ചുണ്ടുകളിലുമൊക്കെ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. പഴയ രീതിയിലുള്ള കുറുമ്പുകളൊന്നും അവളുടെ കണ്ണുകളിലും മുഖത്തും ഇന്ന് കാണാനില്ല. പകരം വല്ലാത്തൊരു മരവിപ്പ്. എന്തോ ആ നേരം അവൻ്റെ മനസ്സിൽ അവളോട് വല്ലാത്തൊരു സഹതാപമോ വേദനയോ ഒക്കെ തോന്നിപ്പോയി. പക്ഷേ ലച്ചുവിനെ ഓർത്തപ്പോൾ അതൊക്കെ പകയായും വെറുപ്പായും അവനിൽ നിറയാൻ തുടങ്ങി. ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവൾക്കരികിൽ ചെന്നവൻ അവളെ അകത്തേക്ക് പിടിച്ചു വലിച്ചു മാറ്റിക്കൊണ്ട് വാതിൽ കൊട്ടിയടച്ചു. അപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് തന്നെ. തന്നെ ദഹിപ്പിക്കും വിധം നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണുകളെ നേരിടാനാവാത്ത വിധം അവളുടെ മിഴികൾ താണുപോയി. നീ ജയിച്ചെന്ന് കരുതി അധികം സന്തോഷിക്കേണ്ട. എൻ്റെ ലച്ചുവിനെ കണ്ടുപിടിക്കുന്നതുവരെ, അവൾ ഇവിടെ എത്തുന്നതുവരെ, അത്രമാത്രം, ആ ദിവസത്തേക്ക് മാത്രം വരെ നിൻ്റെ ഈ സന്തോഷങ്ങൾക്ക് ആയുസ് കാണുള്ളൂ. അവൻ്റെ ഓരോ വാക്കുകളിലും ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന ചിന്തയിലായിരുന്നു അവൾ. കണ്ണേട്ടാ, ഞാൻ വേണ്ട, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന്. നിന്നെ എന്തിഷ്ടമായിരുന്നു എൻ്റെ ലച്ചുവിന് എന്നറിയോ? നിനക്ക് വേണ്ടി അവൾ എന്നോടുള്ള പ്രണയം വരെ ത്യജിക്കാൻ തയ്യാറായി. എന്നിട്ടും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ നിൻ്റെ ചേച്ചിയെ തന്നെ? ഛേ! അങ്ങേയറ്റം വെറുപ്പോടെ അവളെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ഡോർ തുറന്നു പോകുന്നവനെ അവൾ ശില പോലെ നോക്കി നിന്നു. പഴയകാല ഓർമ്മകളിൽ അവളുടെ ഹൃദയം പൊടിഞ്ഞ് രക്തം കിനിഞ്ഞപ്പോഴും അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമായിരുന്നു. ഒരിക്കലും കണ്ണേട്ടൻ ഒന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ താങ്ങില്ല. ചങ്ക് പൊട്ടിപ്പോകും ആ പാവത്തിൻ്റെ. എല്ലാം തന്നിൽ തന്നെ ഒതുങ്ങട്ടെ. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു കൊണ്ടവൾ അവിടെ നിന്നും ഫ്രഷ് ആവാനായി അലമാര തുറന്നു. അതിൽ ഭംഗിയായി അവൻ്റെ ഡ്രസ്സുകളുടെ കൂടെ മടക്കി വെച്ചിരിക്കുന്ന വിവിധ ഇനം ധാവണികളിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. പണ്ടും കണ്ണേട്ടന് ധാവണി അണിയുന്നതായിരുന്നു ഇഷ്ടം. താനും എന്നും അതുതന്നെയായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ലച്ചു ചേച്ചിക്ക് ഇഷ്ടം കുറച്ച് മോഡേണായി നടക്കാനായിരുന്നു. അതിൻ്റെ പേരിൽ ലച്ചു ചേച്ചിയുമായി വഴക്കിട്ടതൊക്കെ അവളുടെ മനസ്സിൽ ഒരു മിന്നായം പോലെ വന്നുകൊണ്ടിരുന്നു. ആ ഓർമ്മയിൽ കണ്ണുനീരിനിടയിലും അവളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. എന്നാൽ ആ ചിരി മായാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഡ്രസ്സുകൾക്ക് നടുവിലിരിക്കുന്ന ഫോട്ടോ കണ്ടതും അവൾ വിറയ്ക്കുന്ന കൈകളാൽ അത് കയ്യിലെടുത്തു. ആ ഫോട്ടോയിൽ കണ്ണേട്ടൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെയും അവളെ പ്രണയത്തോടെ നോക്കുന്ന അവനെയും അവൾ കണ്ണുനീരോടെ നോക്കി നിന്നു. ഇനിയൊന്നും കാണാനും കേൾക്കാനും ഇല്ലെന്ന പോലെ അവൾ ആ ഡ്രസ്സുകളിൽ നിന്നും ഒരു ഇളം പച്ച കലർന്ന കളറിലുള്ള ധാവണി എടുത്തുകൊണ്ട് ഫ്രഷായി ഇറങ്ങി. താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ അവൾ കണ്ടിരുന്നു സോഫയിൽ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന രുദ്രനെ. തന്നെ കണ്ടാൽ അവൻ്റെ ദേഷ്യം കൂടുകയേയുള്ളൂ എന്ന ഓർമ്മയിൽ അവൾ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം ഉയർന്നു കേൾക്കുന്ന പാട്ടിൻ്റെ ഇടയിലും അവളുടെ കൊലുസുകളുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ പതിയുന്നുണ്ടായിരുന്നു. തനിക്കേറെ പ്രിയപ്പെട്ട തൻ്റെ ലച്ചുവിൻ്റെ കൊലുസുകൾ പോലും അവൾ എടുത്തണിഞ്ഞിരിക്കുന്നു എന്ന ചിന്ത അവനിൽ അവളോടുള്ള ദേഷ്യം കൂട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വല്ലതും പറഞ്ഞാൽ അത് അമ്മ കേൾക്കുമെന്ന ഓർമ്മയിൽ അവൻ മിണ്ടാതെ കിടന്നു. അപ്പോഴും രുദ്രേട്ടാന്ന് വിളിച്ചു കൊണ്ടുവരുന്ന ലച്ചുവിൻ്റെ മുഖവും കളിയും ചിരിയുമായിരുന്നു അവൻ്റെ മനസ്സിൽ. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവൻ്റെ അടഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതേസമയം എന്ത് ചെയ്യണം എന്നറിയാതെ വിറച്ചുകൊണ്ടവൾ അവിടെ ചെന്നപ്പോൾ അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു സരസ്വതി. അമ്മേ! വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചപ്പോൾ സരസ്വതി തിരിഞ്ഞു നോക്കി. പരിഭ്രമത്താൽ ധാവണിത്തുമ്പിൽ പിടിച്ചു തിരിച്ചു കൊണ്ട് നിൽക്കുന്ന അവളെ സരസ്വതി വാത്സല്യത്തോടെ നോക്കി. ആഹാ, കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി സുന്ദരിയായല്ലോ. അവൾക്കരികിലേക്ക് ചെന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സരസ്വതി പറഞ്ഞു. അമ്മേ, ദച്ചു അച്ഛൻ ഒക്കെ എവിടെ? ചുറ്റും നോക്കിക്കൊണ്ടവൾ പതിയെ ചോദിച്ചു. ദച്ചു അവളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. പിന്നെ അച്ഛനൊന്ന് അത്യാവശ്യമായി പുറത്തേക്ക് പോയി. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ? വേണ്ട മോളെ, ഇവിടുത്തെ പണി കഴിഞ്ഞു. മോൾ ദേ ഈ ചായ കണ്ണനൊന്ന് കൊണ്ടു കൊടുത്തേ.
സരസ്വതി ഒരു കപ്പിലേക്ക് ചൂട് ചായ പകർന്നുകൊണ്ട് അവളോടായി പറഞ്ഞു. അതമ്മേ, കണ്ണേട്ടന് കോഫിയല്ലേ ഇഷ്ടം? ആ ചായ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞ ചിരിയോടെ അവർ അവളെ നോക്കി. മോൾക്ക് അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാമായിരുന്നോ? എന്നാൽ മോൾ തന്നെ കോഫി ഉണ്ടാക്കി അവന് കൊടുത്തോ? പുഞ്ചിരിയോടെയുള്ള അവരുടെ വാക്കുകൾക്ക് മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിച്ചു കൊണ്ടവൾ വേഗത്തിൽ കോഫി ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ട് സരസ്വതിയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, അമ്മ തന്നെ കൊണ്ടു കൊടുക്കാവോ? ചിലപ്പോൾ ഞാൻ കൊടുത്താൽ കുടിച്ചെന്ന് വരില്ല, അതാ. ദയനീയമായുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ സരസ്വതി ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് കണ്ണൻ അരികിലേക്ക് ചെന്നു. അമ്മ അവന് ചായ കൊടുക്കുന്നതും അവനത് ആസ്വദിച്ച് കഴിക്കുന്നതുമൊക്കെ വാതിലിൻ്റെ മറവിലൂടെ അവൾ കാണുന്നുണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അത് നോക്കി നിന്നു. ഇതേ സമയം അങ്ങ് ദൂരെ ഒരു ബസ്സിൽ അരുണിൻ്റെ നെഞ്ചോരം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. ലച്ചു അവൻ്റെ കൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ, മിഴികളിൽ പ്രണയം നിറച്ചവൻ അവളെ വിളിച്ചപ്പോൾ അതേ ചിരിയോടെ അവൾ തലയുയർത്തി അവനെ നോക്കി. എല്ലാം ഓക്കെ അല്ലേ? നീ അവിടെ ആരെയെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നോ? ഇനി അവർ നമ്മളെ തേടി വരുമോ? ഉള്ളിലെ ഭയം അവൾ അവന് മുന്നിൽ ചോദ്യങ്ങളായി നിരത്തി. ഇല്ല അരുൺ, ഞാൻ രുദ്രേട്ടൻ്റെ അച്ഛനെ വിളിച്ചു കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ആമയെ അവൻ കല്യാണം കഴിക്കുകയും ചെയ്തു. അല്ലേലും ഒന്ന് നോക്കുമ്പോൾ അത് തന്നെ നന്നായി. എത്രയാണെന്ന് വെച്ച് അവൻ്റെ മുന്നിൽ അഭിനയിക്കുക? തലയിൽ കൈവച്ചുകൊണ്ട് വല്ലാത്തൊരാശ്വാസത്തോടെ അവൾ പറഞ്ഞു. അപ്പോൾ ഇനിയൊന്നും പേടിക്കാനില്ല അല്ലേ? ആ അതെ, ഇനി നമുക്ക് നമ്മൾ സ്വപ്നം കണ്ടതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം. അവനെ നോക്കി നാണത്തോടെ അവൾ പറഞ്ഞു. ജീവിക്കണം. എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ നിനക്ക് തരും. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ പകയും കൗശലവും അവൾ അറിഞ്ഞിരുന്നില്ല. അതൊന്നും അറിയാതെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള സുന്ദര സ്വപ്നങ്ങൾ നെയ്യുകയായിരുന്നു അവൾ, തൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നു എന്നറിയാതെ.